മലപ്പുറത്ത് KN ഖാദറിന്റെ ആത്മകഥാ പുസ്തക പ്രകാശന പരിപാടിയിൽ ലീഗ് നേതാക്കൾക്കൊപ്പം VD സതീശനും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഷിപാലും സായികുമാറും വിവരങ്ങളുമായി. ആദ്യം റോഷിപാലിലേക്ക്. റോഷിപാൽ, ഇപ്പോൾ കോൺഗ്രസിൽ 3 നേതാക്കളിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന രൂപത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അവരുടേത് തന്നെ നീക്കങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ലീഗ് ഇപ്പോൾ തങ്ങളുടെ നിലപാട് പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. ഇതൊരു അസാധാരണമായ ഒരു സാഹചര്യം കൂടിയാണ്. സാധാരണഗതിയിൽ ലീഗ് അങ്ങനെ പുറത്തേക്ക് പറയാറില്ല, പക്ഷേ ഇത്തവണ അത് പറഞ്ഞിരിക്കുന്നു. അത് തങ്ങളിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു ആ പ്രതികരണം എന്നുള്ളതാണ്. ഏറ്റവും ഉത്തരവാദപ്പെട്ട നേതാവിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം. അതിനെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ VD സതീശന് MLA-മാരുടെ പിന്തുണയുണ്ടാകില്ല, VD സതീശന് ഘടകകക്ഷികളുടെ പിന്തുണയാകും ലഭിക്കുക എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകളാണ് നേരത്തെ വന്നിരുന്നത്. പക്ഷേ MLA-മാരുടെ പിന്തുണയും അദ്ദേഹത്തിന് ഉണ്ടാകും എന്ന രൂപത്തിലുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ശേഷമുള്ള സാഹചര്യത്തെ എങ്ങനെയാണ് മനസ്സിലാക്കാനാവുന്നത് റോഷിപാൽ? സ്മൃതി, കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ വോട്ടെടുപ്പിന് തൊട്ടുപിന്നാലെ തുടങ്ങിയതാണ്. ആ ചർച്ചകൾ പിന്നീട് സാമൂഹ്യ മാധ്യമത്തിലെ പോരിലേക്ക് വഴിതിരികുകയും ചെയ്തു. ഏതായാലും ഏറ്റവും ഒടുവിൽ അസാധാരണമായ രീതിയിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം, സംസ്ഥാന അധ്യക്ഷൻ തന്നെ സാദിഖ് അലി തങ്ങൾ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ VD സതീശന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. കോൺഗ്രസിന്റെ UDF-ന്റെ ചരിത്രത്തിൽ ഇതുവരെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കുന്നതിൽ പരസ്യ അഭിപ്രായ പ്രകടനം ഘടകകക്ഷികൾ ആരും നടത്താറില്ല. അക്കാര്യത്തിൽ രഹസ്യമായി പോലും അഭിപ്രായ പ്രകടനം നടത്താറില്ല എന്നാണ് നേതൃത്വം വിശദീകരിക്കുന്നത്. കാരണം അങ്ങനെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും മുസ്ലിം ലീഗിന്റെ തീരുമാനത്തിലും കോൺഗ്രസ് അഭിപ്രായം പറയുന്ന സാഹചര്യം ഒരുങ്ങും. അതുകൊണ്ട് പൊതുവെ അങ്ങനെ പറയാറില്ല. പക്ഷേ ഈ തവണ അങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തി. നേരത്തെ തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന യോഗത്തിൽ ഇങ്ങനെ ചർച്ച നടന്നതിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് കടുത്ത അസംതൃപ്തിയുണ്ട്. അത് കാരണം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ എന്തിനാണ് ഇങ്ങനെ പരസ്യമായ ചർച്ചകൾ അല്ലെങ്കിൽ ആ വാർത്തകൾ പുറത്തേക്ക് വിടുന്നതെന്ന ചോദ്യമാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒടുവിലെങ്കിലും മുസ്ലിം ലീഗിന്റെ ഒരു അഭിപ്രായം മാനിക്കുമെന്ന പ്രതീക്ഷ ഒരുപക്ഷെ ലീഗിനുണ്ടാകാം. പക്ഷേ എല്ലാ ഘടകകക്ഷികളും ഈ കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടില്ല. CMP നേതാവ് CP ജോണിന്റെ പിന്തുണയും VD സതീശനാണെന്ന വിവരമുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മനസ്സ് തുറന്നിട്ടില്ല. അതിനൊപ്പം തന്നെ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലേക്ക് അവരെത്തുന്നു. സമാനമായി തന്നെ RSPയും ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തിനൊപ്പം എന്ന നിലപാടിൽ നിൽക്കുന്നു. ഏതായാലും ഘടകകക്ഷികളെ ഒപ്പം നിർത്താനുള്ള ശ്രമം നേതാക്കളുടെയൊക്കെ ഭാഗത്ത് സജീവമായിട്ടുണ്ട്. ഇനി വോട്ടെണ്ണാൻ ഏതാണ്ട് 3 ദിവസം മാത്രമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുള്ള ചരട് വലി സജീവമായിരിക്കും. ഏത് തരത്തിലും ആ മുഖ്യമന്ത്രി കസേര പിടിക്കുക എന്ന് തന്നെയാണ് 3 നേതാക്കളുടെയും മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. MLA-മാരുടെ പിന്തുണ കൂടുതലായും KC വേണുഗോപാലിന് ലഭിക്കാനാണ് സാധ്യത. കാരണം മത്സരിച്ചവരിൽ ഏറ്റവും കൂടുതൽ KC വേണുഗോപാൽ പക്ഷം തന്നെയാണ്. അതിൽ വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളിലും അവർ തന്നെയാണ്.